ഓക്കെ ഗേൾസ്, എൻ്റെ പേരാണ് ഫ്രാങ്ക്ലിൻ. ഞാൻ ലോസ് ആൻഡോസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് തന്നെ നമ്മുടെ ലെസ്റ്ററാണ് പറഞ്ഞു വിട്ടത് ഇന്ത്യയിലേക്ക്. ഓക്കെ, ആ ലെസ്റ്റർ ആരാന്ന് GTA 5 കളിക്കുന്നവർക്കാണ്. ഓക്കെ, ഇവിടെ ഒരു ബൈക്ക് വേണം നിഞ്ച എന്ന് പറഞ്ഞായിരുന്നു. ആ ബൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പിലിട്ടൊക്കെ വരുന്നു. നമുക്കൊരു കാര്യം ചെയ്യും, ബൈക്ക് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ ലെസ്റ്റർ ഒരു വീടും കൂടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി 2 കൊല്ലം നമുക്കൊന്ന് മിഷനൊക്കെ ചെയ്ത് നിൽക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വീടിൻ്റെ ലൊക്കേഷൻ എനിക്ക് അയച്ചു. എനിക്ക് തന്നെ ഇവിടെ വലിയ ഒരു എൻ്റെ അമ്മേ, ഇവിടുത്തെ കൊയിൻസിക്കാണോ പോകുന്നത്? ഇവിടുത്തെ ആൾക്കാർ കൊയിൻസിക്കയിലാണോ പോകുന്നത്? ഞാനോർത്തല്ലോ മിനിയിലൊക്കെ ആയിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഞാൻ ഇപ്പം എന്തായാലും നമ്മുടെ നിഞ്ച എടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് എത്തി. വീട്ടിലല്ല എടുക്കാതാണ്. എനിക്ക് തന്നെ ഇവിടുത്തെ സ്ഥലമൊന്നും വലുതായിട്ട് അറിയത്തില്ല. ഒരു ലൊക്കേഷൻ കിട്ടി, ആ ലൊക്കേഷൻ പോയി പഠിച്ചിട്ട് വേണം ഇനിയും പോവാൻ. ഓക്കെ, ഇവിടെ ബുഗാട്ടി ഉണ്ടല്ലോ. കൊള്ളാം. നമുക്കിനിയൊക്കെ മിഷനൊക്കെ പോകുമ്പോൾ വണ്ടികൾ ഇഷ്ടം പോലെ കിട്ടും. നല്ലൊരു കാര്യം. ഓക്കെ, ഒരു കാര്യം ചെയ്യങ്ങോട്ട് കയറാം. ഇതാണല്ലേ വീട് മോണെ, നൈസ്. ഈ നിഞ്ച ഒരു കാര്യം ചെയ്ത് നമ്മുടെ പേഴ്സണൽ വണ്ടിയാക്കാം. ഓക്കെ, വണ്ടി ഇപ്പം എന്തായാലും കൊള്ളാം. ഇതാണോ വീട്? കൊള്ളാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഡ്രസ്സൊക്കെ ഒന്ന് മാറാം. ഈ ബാഗ് ഒഴിവാക്കാം. ഓക്കെ, അവനെനിക്കൊരു മിഷൻ തരായിരിക്കും. ഹലോ ലെസ്റ്ററെ, എന്നാടാ വിളിച്ചേ? എടാ ഫ്രാങ്ക്ലിനെ, മിഷൻ റെഡി ആയിരിക്കുമോ? ഓക്കേടാ, എന്താ മിഷൻ? എടാ അതെ, നമ്മുടെ സിറ്റിയിൽ ഒരു ക്രൈം നടക്കുന്നുണ്ട്. ഏത്? ലോസ് ആൻഡോസിലോ? അതിൽ നമ്മുടെ മൈക്കിള് പെട്ട്. നീ എന്തൊക്കെ പറയുന്നേ? എടാ ഞാൻ ചുമ്മാ ഒരു കോമഡി പറഞ്ഞതാണ്. മിഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഇന്ത്യയിൽ ഒരു ബില്യണാറുണ്ട്. അയാളുടെ പേര് മാർട്ടി മട്രാസോ. അയാൾ നമ്മുടെ ലോസ് ആൻഡോസിലില്ലേ? അല്ല, അയാളുടെ ഒരു അനിയനുണ്ട്. അയാളാണ് നമ്മുടെ ലോസ് ആൻഡോസിൽ താമസിക്കുന്നത്. അയാളുടെ ബ്രദറാണ് ഇന്ത്യയിലും താമസിക്കുന്നത്. നീ എത്രയും പെട്ടെന്ന് പോയി അയാളുടെ ഒരു വണ്ടി വിളിച്ചായിരുന്നു. ആ വണ്ടി നമ്മുടെ പോർഷയാണ്. ഒരു റെഡ് കളറ്. റെഡ് അല്ല, ബ്ലാക്ക്. ഓക്കെ. അയ്യോ എൻ്റെ അമ്മേ. ഓക്കെ, അവനെനിക്ക് മിഷനൊക്കെ അങ്ങ് തന്നേക്കണം. ഏതോ ഒരു മാർട്ടി മട്രാസോ ഇല്ലേ ലോസ് ആൻഡോസിൽ, അവൻ്റെ ഏതോ ഒരു ബ്രദറാണെന്നാണ് പറയുന്നത്. ഇവിടെ ആയിരിക്കും. എനിക്ക് വണ്ടി നടണം. ഓക്കെ, ഇവിടെ ഏതോ ഒരു പോർഷ ഉണ്ടെന്നാണ് പറഞ്ഞത്. മിക്കവാറും ബാക്കിലായിരിക്കാം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു പോർഷ ഉണ്ടല്ലോ. ഓക്കെ, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആ പോർഷ, ബ്ലാക്ക് കളർ. കൊള്ളാം. അല്ല, നമ്മുടെ നിഞ്ച അതവിടെ ഇരിക്കട്ടെ. നമുക്ക് തിന്നാൻ വന്നെടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യും, വണ്ടി എടുക്കാം ആദ്യം. അല്ലടാ ലെസ്റ്ററെ, വണ്ടി കിട്ടി. ഈ വണ്ടിയും കൊണ്ട് അവിടെ വരണ്ടേ? എടോ, അത് നീ ഒരു കാര്യം ചെയ്യും, വണ്ടി എടുത്തിട്ട് അവിടെ ഒരു പെട്രോൾ പമ്പ് വേണം. അവിടുന്ന് ഇച്ചിരി ഡീസൽ വെച്ചിട്ട് അവിടെ ഒരു എയർപോർട്ട് വേണം. ആ എയർപോർട്ടിൽ കൊണ്ടിട്ടോ. നിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഓക്കേടാ, ഞാൻ ഇച്ചിരി ഡീസൽ അടിക്കട്ടെ. ഓക്കെ, കൊണ്ട് ഞാൻ ഡീസൽ അടിക്കാം. ഡീസൽ അടിച്ച്. നമ്മുടെ ലോസ് ആൻഡോസിലൊന്നും വണ്ടിക്ക് ഡീസലേ വേണ്ട. ഇലക്ട്രിക്കും അല്ല, പക്ഷെ ആ വണ്ടിക്ക് ഡീസലും വേണ്ട. അവിടെയൊക്കെ പിന്നെ ഫുള്ള് ടെക്നോളജി. ഇന്ത്യയിലൊക്കെ ഫുള്ള് എന്തെങ്കിലുമൊക്കെ ആവും. ലോസ് ആൻഡോസ് അല്ലേ? പറയാൻ പറ്റില്ല. എൻ്റെ അമ്മേ. ഓക്കെ, വണ്ടി വരുന്നു. നമുക്കൊരു കാര്യം ചെയ്യും, വണ്ടി നേരെ അവിടെ എത്തിക്കാം. നമ്മളങ്ങോട്ടത്തേക്കാണ്.
നമ്മുടെ നിഞ്ചയും കൊണ്ടുവരണം, കാരണം നിഞ്ചയില്ലാതെ പറ്റില്ല. ഓ ഇപ്പം ഇച്ചി ജസ്റ്റ് ചെറിയതായിട്ട് പെയിൻറ് പോയത്. ഓ ഇവിടുത്തെ സ്ഥലം കൊള്ളാം കേട്ടോ ഇവിടെ ഇടാൻ വേണ്ടി. ഓക്കെ, അതൊരു കാര്യം ചെയ്യാൻ നമ്മുടെ നിഞ്ചയും കൂടെ കൊണ്ടുവരാം. ഓക്കെ, ഞാൻ അങ്ങനെ എൻ്റെ നിഞ്ചയൊക്കെ എടുത്ത് വീട്ടിലേക്ക് വരാം. ഓക്കെ, നമ്മൾ ദൈവമായ വീട്ടിലേക്ക് എത്തി. നമ്മുടെ ഫേസ് കിട്ടില്ല, കാരണം ഞാൻ ടെക്നോളജി ആയിട്ട് മാസ്ക് ഒക്കെ ഇട്ട്. എവിടുന്ന് കാറടിച്ച് മാറ്റുന്ന മിഷനില്ല, വേറെ എന്തെങ്കിലും മിഷൻ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഈ വണ്ടി ഇട്ടിടാം. നമുക്ക് അടുത്ത മിഷൻ രാത്രിയല്ല. ഹലോ ഹലോ ലെസ്റ്ററെ, എന്താ വിളിച്ചേ? ഇവിടെ ഫ്രാങ്ക്ലിന് ഓർമ്മയില്ല. ഈ മിഷൻ ഇച്ചിരി ടാസ്കാടാ. ഒരു ബില്യണറുണ്ട്, അയാളുടെ വീട്ടിൽ നിന്ന് ഒരു ഗോൾഡൻ ചെയിൻ അടിച്ചു മാറ്റണം. അത് പക്ഷെ ടാസ്കാടാ. എന്ത് ടാസ്ക്? എനിക്കതൊക്കെ ഈസിയാടാ. ശരിയാടാ. ഓക്കെ, ഗോൾഡൻ ചെയിൻ അടിച്ചു മാറ്റാനാ. ഓക്കെ, നമുക്കൊരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകും. ഇവിടുത്തെ പിന്നെ വഴിയൊന്നും എനിക്കറിയില്ല. ഇത്തവണ ഒരു ഫ്ലാറ്റാണ് ലൊക്കേഷൻ പറഞ്ഞേക്കുന്നത്. ഈ വണ്ടി പിന്നെ ഫുൾ സ്പീഡിലാണ് പോകുന്നത്. ആ വീട് വരുന്നത്, ആ വീടില്ല, ഫ്ലാറ്റ് വരുന്നത് ഇവിടുന്ന് പോയി ലെഫ്റ്റ് എടുക്കുമ്പോൾ വലിയൊരു ബിൽഡിങ്, ഇവിടുത്തെ വലിയൊരു ഇതാണ് ആ ബിൽഡിങ്. ഈ വണ്ടിയില്ല. ഗോൾഡൻ ചെയിൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ വണ്ടിയിൽ തന്നെ രക്ഷപ്പെടും. ഓക്കെ, ആ ഗോൾഡൻ ചെയിൻ അങ്ങനെ അടിച്ചു മാറ്റിയേക്കാം. കാര്യം ചെയ്യാം, നൈസായിട്ട് നമ്മൾ വണ്ടി എടുക്കണം. ഈ വണ്ടി എടുത്ത് പോവാം, നമുക്ക് സ്ഥലം കാലിയാക്കാം. നമ്മുടെ വീടെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മുടെ വീട്, വൈറ്റ് കളർ. ഓക്കെ, അതൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് അതിന് ക്യാഷും കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗേസ്, ഞാനിവിടെ 2 കൊല്ലം പണിയെടുത്തു, മിഷനൊക്കെ ചെയ്ത് പോലീസൊക്കെ പിടിച്ചായി. ഇതുവരെയായിട്ടും നമ്മുടെ നിഞ്ചയ്ക്കൊരു കുഴപ്പമില്ല. ഞാനിനി ഈ സിറ്റി വിട്ട് നമ്മുടെ ലോസ് ആൻഡോസിലേക്ക് പോകണം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഒരുങ്ങാം. ഓക്കെ, മാസ്ക് അഴിച്ചോളാം. എന്തിനാ മാസ്ക് ഒക്കെ? നമുക്ക് പോവാം. എൻ്റെ പിന്നെ ഇഷ്ടം പോലെ ക്യാഷായി. എനിക്ക് പിന്നെ ഇവിടെ നിൽക്കണമെന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കിവിടെ കുറേ പോലീസ് കേസ് ഉണ്ട്, അതാ. ഞാൻ പക്ഷെ കുറച്ച് മിഷൻസ് ഒന്നും കാണിച്ചില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ ലോസ് ആൻഡോസിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, എനിക്കാണെങ്കിൽ ഇവിടെ വിട്ട് പോകാൻ ഒരു താല്പര്യമില്ല. പക്ഷെ എന്താ പറയുക, നമ്മുടെ സാഹചര്യം അങ്ങനെ. വേറൊന്നുമല്ല, ഇവിടെ എനിക്ക് ഇഷ്ടം പോലെ പോലീസ് കേസുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ ഞാൻ ഇവിടെ നിന്ന് എന്നെ പോലീസ് പിടിക്കും. കൊണ്ട് തൽക്കാലം നമുക്ക് പോവാം. ഇവിടുത്തെ ഒരു പ്ലെയിനൊക്കെ വന്നു. ഈ പ്ലെയിനാണ് നമുക്കുള്ളത്. ഞാൻ പക്ഷെ വന്നത് ട്രെയിനിനാണെങ്കിലും തിരിച്ച് പോകുന്നത് ഒരു പ്ലെയിനിന്. ഓക്കെ, നമ്മുടെ പ്ലെയിൻ തെറ്റിയ ഇവിടെ നിന്ന് പോവാണ്. ഓക്കെ, പോകുന്നു. നമ്മുടെ നെഞ്ചൊക്കെ അവിടെ കുഞ്ഞായി മാറി. നമ്മുടെ വീടിനെയൊക്കെ
ടാറ്റാ ബൈ ബൈ ആക്കിയിട്ട് നമ്മളിതേ പോകുന്നു. അയ്യോടോ ഈ പ്ലെയിൻ ക്രാഷ്, എൻ്റെ അമ്മേ ഈ പ്ലെയിൻ ഇപ്പോൾ ക്രാഷ് ആകണ്ടേ. പക്ഷെ ക്രാഷ് ആയില്ല. ഈ പ്ലെയിൻ എന്നട തിരിയാത്ത. അയ്യോ എൻ്റെ അമ്മേ. അപ്പോൾ ഇതുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലേക്ക് ചാനൽ സബ് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിന്നാലേ നമുക്ക് വേറൊരു വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.